പ്രബോധന രംഗത്ത് പുത്തനുണർവുമായി ലൗദി ഖുർആൻ മാസ്റ്റേഴ്സ് ക്ലബ്ബ് അവതരിപ്പിക്കുന്നു രാത്രി സന്ദേശം. എന്നും രാത്രി 9 മണിക്ക് യൂട്യൂബിലൂടെ പ്രസംഗ പരിശീലന കളരിയിലെ പഠിതാക്കൾ നിങ്ങൾക്കായി ഒരുക്കുന്നു. കേൾക്കുക, പ്രബുദ്ധരാവുക, മറ്റുള്ളവരിലേക്ക് എത്തിക്കുക. അൽഹംദുലില്ലാഹ്, അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന മാന്യ ശ്രോതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ആരാണ് മുനാഫിഖ് എന്നതിനെക്കുറിച്ച് ഏതാനും സംസാരിക്കുന്നതിനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. മുസ്ലിങ്ങൾക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കും മദീനവാസകാലത്ത് ഒരുപാട് ഉപദ്രവമുണ്ടാക്കിയവരായിരുന്നു മുനാഫിക്കുകൾ. മുസ്ലിങ്ങളുമായി ഇടപെടുമ്പോൾ ഒരു മുഖവും ശത്രുക്കളിലേക്ക് എത്തുമ്പോൾ മറ്റൊരു മുഖവുമായിരുന്നു മുനാഫിക്കുകൾക്കുണ്ടായിരുന്നത്. മുനാഫിക്കുകൾ പ്രധാനമായും 2 വിഭാഗക്കാരാണ്. ഒന്നാമത്തെ വിഭാഗം അൽ മുനാഫിഖുൽ ഈമാൻ, വിശ്വാസത്തിലെ കപടന്മാർ. രണ്ടാമത്തേത് അൽ മുനാഫിഖുൽ അഅ്മാലി വൽ അഖ്ലാഖി, പ്രവൃത്തിയിലെയും സ്വഭാവത്തിലെയും കപടന്മാർ. ഈ 2 വിഭാഗക്കാരെയും ഒന്നിലധികം സൂറത്തുകളിലായി അല്ലാഹു സുബ്ഹാനഹു വ തആല ആക്ഷേപിച്ചിട്ടുണ്ട്. സൂറത്തു തൗബയിലെ 67-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, അൽ മുനാഫിഖൂന വൽ മുനാഫിഖാതു ബഅ്ളുഹും മിൻ ബഅ്ള് യഅ്മുറൂന ബിൽ മുൻകരി വയൻഹൗന അനിൽ മഅറൂഫി വയഖ്ബിലൂന അയ്ദിയഹും നസുല്ലാഹ ഫനസിയഹും ഇന്നൽ മുനാഫിഖീന ഹുമുൽ ഫാസിഖൂൻ. കപടവിശ്വാസികളും കപടവിശ്വാസിനികളും അവരിൽ ചിലരിൽ നിന്നുള്ളവരാണ്. അവരെല്ലാം സമന്മാരാണ്. അവർ ദുരാചാരം കൊണ്ട് കൽപ്പിക്കുകയും സദാചാരം വിരോധിക്കുകയും ചെയ്യുന്നു. അവർ തങ്ങളുടെ കൈകളെ ഇറുക്കി പിടിക്കുകയും ചെയ്യുന്നു. അവർ അള്ളാഹുവിനെ വിസ്മരിച്ചു, ആയതിനാൽ അള്ളാഹു അവരെയും വിസ്മരിച്ചു. നിശ്ചയമായും കപടവിശ്വാസികൾ അവർ തന്നെയാണ് തോന്നിയവാസികൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നും അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഒരു ഹദീസിൽ കപടവിശ്വാസിയുടെ ലക്ഷണങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. ആയത്തുൽ മുനാഫിഖി സലാസുൻ വൈദ ഹദ്ദസ കദബ വൈദ വഅദ അഖ്ലഫ വൈദ ഉത്തുമിന ഖാന. സംസാരിച്ചാൽ കളവ് പറയും, വാഗ്ദത്തം ചെയ്താൽ ലംഘിക്കും, വിശ്വസിച്ചാൽ ചതിക്കും. മറ്റൊരു ഹദീസിൽ വൈദ ഖാസമ ഫജറ, ഒരാളോട് തെറ്റിയാൽ പിണങ്ങിയാൽ അവൻ തോന്നിയവാസിയാവും, അവനിഷ്ടം പോലെ അവനെക്കുറിച്ച് തെറി പറയുന്ന സ്വഭാവക്കാരനാവും. ഈ സ്വഭാവങ്ങളെല്ലാം തന്നെ 2ാമത്തെ തരക്കാരായിട്ടുള്ള മുനാഫിക്കുകളുടെ ലക്ഷണങ്ങളാണ്. ആയതുകൊണ്ട് തന്നെ ഒരു സത്യവിശ്വാസി പലപ്പോഴും അവൻ്റെ സ്വഭാവ ദൂഷ്യം കൊണ്ടും പ്രവർത്തന ദോഷം കൊണ്ടും ഒരു മുനാഫിക്കായി മാറുന്നത് സർവ്വസാധാരണമായിരിക്കും. അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് സ്വഹാബികൾ വളരെയധികം വിഷമത്തോടുകൂടി നോക്കിക്കണ്ടിരുന്ന ഒന്നായിരുന്നു നിഫാഖ്. നിഫാഖിനെ അവർക്ക് വളരെയധികം പേടിയായിരുന്നു. എന്നാൽ ഇന്നത്തെ സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ഈ ലോക ജീവിതത്തിലെ സുഖസൗകര്യങ്ങൾക്ക് വേണ്ടി ഏതു തരത്തിലുള്ള നിഫാഖ് ചെയ്യാനും മടിയില്ലാത്ത ജനങ്ങളായി മാറിയിട്ടുണ്ട്. അത്തരക്കാരായിട്ടുള്ള സമുദായത്തിൽ നിന്നും നാം എല്ലായ്പ്പോഴും മാറി നിൽക്കുക. അള്ളാഹുവിൻ്റെ കാവലും സംരക്ഷണവും നമുക്ക് എല്ലായ്പ്പോഴും ഉണ്ടായിരിക്കട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാ കാര്യങ്ങളെയും നല്ല രീതിയിലാക്കി തരട്ടെ. വാഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.